യു ജി സി നെറ്റ് പി എച്ച് ഡിക്ക് മാൻഡറ്ററി ആണോ അല്ലയോ എന്നുള്ള ഡിസ്കഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ടായത് 28 March 2024 ശേഷമാണ്. അതിനുശേഷം പല യൂണിവേഴ്സിറ്റികളും യു ജി സി നെറ്റിന് ഓപ്റ്റിൻ ചെയ്തു. ആൻഡ് ഇതിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു JNU യൂണിവേഴ്സിറ്റി. ഈ അടുത്തായിട്ട് NTA കണ്ടക്ട് ചെയ്യുന്ന പല എക്സാംസിലും കൃത്രിമങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന റൂമേഴ്സ് അനുസരിച്ച് JNU might go back to their conventional in-house entrance exam for their PhD admissions. ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരാനായിട്ട് VC സൈഡിൽ നിന്ന് കാര്യമായിട്ടുള്ള സർക്കുലറോ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ ഉണ്ടായിട്ടില്ല. പക്ഷേ VC ഓഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ അതിനെക്കുറിച്ചൊരു ഡിസിഷൻ വന്നിട്ടില്ല. പക്ഷേ ദ യൂണിവേഴ്സിറ്റി മൈറ്റ് കം വിത്ത് ദെയർ അപ്ഡേറ്റ്സ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ ക്ലിയർ ആയിട്ട് വ്യക്തമാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ സ്റ്റുഡൻസിനോടും ആസ്പിറൻസിനോടും പറയുന്നുണ്ട്, UGC നെറ്റ് എന്നുള്ളത് ഓപ്ഷണൽ മാത്രമാണ്. ഇത് എവിടെയും തന്നെ മാൻഡറ്ററി ആക്കി മാറ്റിയിട്ടില്ല. അതായത് എക്സിസ്റ്റിംഗ് അഡ്മിഷൻ പ്രോസസ്സ് അനുസരിച്ച് ഒരു യൂണിവേഴ്സിറ്റിക്ക് അവരുടെ എൻട്രൻസ് എക്സാം നടത്തുന്നതിന് പകരമായിട്ട് UGC നെറ്റ് എക്സാം എടുക്കാം, അതിലെ സ്കോർ കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ദേ ആർ അബ്സല്യൂട്ട്ലി ടു ഇറ്റ്. എന്നിട്ട് അതിനുശേഷം അവരുടെ ഇന്റർവ്യൂ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി മറിച്ച് ആ യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായിട്ടുള്ള എൻട്രൻസ് പ്രോസസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് താല്പര്യം, അവരുടെ ഇന്റർവ്യൂ പ്രോസസ്സിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ദേ ആർ ആബ്സല്യൂട്ട്ലി ഫ്രീ ടു ഡു ഇറ്റ്. വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുമായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.